ലോക സിനിമയെ പോലും വെല്ലുന്ന ഒരു ദിവ്യ പ്രണയത്തിൻ്റെ കഥ. അത് 70 വർഷം പഴക്കമുള്ള ക്യാമറയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഇവൻ്റെ ഫ്ലാഷ് ബാക്ക് തുടങ്ങുന്നത് അങ്ങ് ഇറാനിലാണെങ്കിലും ഈ കൊച്ചു കേരളത്തിൽ കിടക്കുന്ന ഞാനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഥ എന്നിലൂടെ നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി. 7 പതിറ്റാണ്ട് പഴക്കമുള്ള ഈ മുതലിന് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നേ. ആ വീഡിയോ കണ്ടിട്ടേ ഈ ഇടയ്ക്ക് ഒരു ചേട്ടൻ എന്നെ കോൺടാക്റ്റ് ചെയ്തായിരുന്നേ. എന്ത് വില വേണമെങ്കിലും തരാം, ഈ ക്യാമറ എനിക്ക് തരാമോ ചോദിച്ചു. ആദ്യമൊക്കെ ഞാൻ ഫേക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ തുടരെയുള്ള ഫോളോ അപ്പ് കാരണം എൻ്റെ കയ്യിലുള്ള പല ആൻറ്റി കളക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു. എന്നിട്ടും പുള്ളിക്ക് അറിയേണ്ടത് ഇതിനെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റി കാരണം ഞാൻ പുള്ളിയോട് ചോദിച്ചു, വൈ ദിസ്? അപ്പോൾ പുള്ളിയുടെ മറുപടി കേട്ടപ്പോൾ 1 രൂപ പോലും മേടിക്കാത്ത ഈ സാധനം ഇറാനി കൊണ്ട് കൊടുത്തിട്ട് വരാനാണ് തോന്നിയത്. ഈ കഥ നിങ്ങളറിയണം. വർഷങ്ങൾക്ക് മുൻപ് ഇറാനിൽ നിന്ന് ഉപരിപഠനത്തിനായി നമ്മുടെ നായകൻ ഇന്ത്യയിലെത്തുന്നു. പിന്നീട് ഇന്ത്യക്കാരിയായ നമ്മുടെ നായികയായിട്ട് പ്രണയത്തിലാവുന്നു. ഈ പ്രണയത്തെ അംഗീകരിക്കാൻ 2 പേരുടെ വീട്ടുകാരും തയ്യാറായിരുന്നില്ല. ജാതി, മതം, കൾച്ചർ എല്ലാം മറികടന്ന് അവർ വിവാഹിതരാകുന്നു. 2 വർഷത്തിനുള്ളിൽ അവർക്കൊരു ആൺകുഞ്ഞ് ജനിക്കുന്നു. അവരുടെ സ്നേഹത്തിൽ ദൈവത്തിന് പോലും അസൂയ തോന്നിയോണ്ടാവാം ആ പ്രണയത്തിന് 5 വർഷത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ.